നമ്മൾ ആരാണ്? എവിടെ നിന്നാണ് നമ്മൾ വന്നത്? എവിടേക്കാണ് നമ്മൾ പോകുന്നത്? ഭൂമിയിലെ ഏറ്റവും ശക്തമായ ജീവി മനുഷ്യനാണ്. പക്ഷെ ഒരിക്കൽ മനുഷ്യനൊരു സാധാരണ ജീവിയായിരുന്നു. അവന് സിംഹത്തിന്റെ ശക്തിയുമില്ലായിരുന്നു, പക്ഷിയുടെ പറക്കാനുള്ള കഴിവുമില്ലായിരുന്നു. എങ്കിലും ഇന്ന് മനുഷ്യൻ ഭൂമിയുടെ എല്ലാ ഭാഗത്തും ജീവിക്കുന്നു. മറ്റെല്ലാ ജീവികളെയും നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിയിരിക്കുന്നു. ഈ അത്ഭുതകരമായ യാത്രയെ മനസ്സിലാക്കാൻ മനുഷ്യന്റെ മുഴുവൻ ചരിത്രത്തിലൂടെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുകയാണ്. ഭാഗം 1. കോഗ്നിറ്റീവ് റെവല്യൂഷൻ. ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യചരിത്രത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. ഇത് കോഗ്നിറ്റീവ് റെവല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. ആ കാലത്ത് മനുഷ്യൻ വേട്ടയാടിയും കായ്കനികളും പഴങ്ങളും ശേഖരിച്ചും ജീവിച്ചിരുന്നു. ചെറിയ കൂട്ടങ്ങളായി അവർ കാടുകളിലും പർവ്വതങ്ങളിലും സഞ്ചരിച്ചു. പക്ഷെ ഒരു ഘട്ടത്തിൽ മനുഷ്യന്റെ തലച്ചോറിൽ വലിയ മാറ്റം സംഭവിച്ചു. അവൻ കൂടുതൽ സങ്കീർണമായി ചിന്തിക്കാൻ തുടങ്ങി. അവൻ ഭാവിയെക്കുറിച്ച് പദ്ധതികൾ തയ്യാറാക്കാൻ തുടങ്ങി. ഈ മാറ്റത്തിന്റെ പ്രധാന കാരണമാകുന്നത് ഭാഷയാണ്. മറ്റു ജീവികൾക്കും ആശയവിനിമയമുണ്ട്. പക്ഷേ മനുഷ്യന്റെ ഭാഷ വ്യത്യസ്തമാണ്. മനുഷ്യൻ വെറും അപകടത്തെപ്പറ്റി മാത്രമല്ല സംസാരിച്ചത്. അവൻ കഥകൾ പറഞ്ഞു, അവൻ സങ്കൽപ്പങ്ങൾ പങ്കുവച്ചു. നാളെ നാം ഒരുമിച്ച് വേട്ടയ്ക്ക് പോകാം. ഈ മലയുടെ അപ്പുറം വലിയ കാടുണ്ട്. ഇങ്ങനെ കൂട്ടമായി ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ മനുഷ്യനു കഴിഞ്ഞു. മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവ് യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കുന്നതായിരുന്നു. ദേവൻ, ആത്മാവ്, ഗോത്രചിഹ്നം, നിയമം ഇവയെല്ലാം മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കിയ ആശയങ്ങളാണ്. എന്നാൽ ഈ ആശയങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചു. അതാണ് മനുഷ്യനെ ശക്തിയുള്ളവനാക്കിയത്. ഭാഗം 2. അഗ്രികൾച്ചറൽ റെവല്യൂഷൻ. ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ കൃഷി ആരംഭിച്ചു. ഇത് മനുഷ്യചരിത്രത്തിലെ വലിയ ടേണിംഗ് പോയിന്റായിരുന്നു. മുൻപ് മനുഷ്യർ സ്വതന്ത്രമായി സഞ്ചരിച്ചു. അവർ പ്രകൃതിയോടൊപ്പം ജീവിച്ചു. പക്ഷേ കൃഷി തുടങ്ങിയതുകൊണ്ട് അവർ ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. അവർ നിലം കൃഷി ചെയ്യാൻ തുടങ്ങി, വിളകൾ വളർത്താൻ തുടങ്ങി. ആദ്യം ഇത് വലിയ പുരോഗതി പോലെ തോന്നി. ഭക്ഷണം കൂടുതൽ ലഭിച്ചു, ജനസംഖ്യ വർദ്ധിച്ചു. പക്ഷെ ഇതിനൊരു വിലയുണ്ടായിരുന്നു. മനുഷ്യർ കൂടുതൽ ജോലി ചെയ്യേണ്ടി വന്നു. അവർ രോഗങ്ങൾക്കിരയായി. അവർക്കിടയിൽ അസമത്വം വർദ്ധിച്ചു. ചിലർ സമ്പന്നരായി, മറ്റുള്ളവർ ദരിദ്രരായി. ഇങ്ങനെ സമൂഹങ്ങൾ രൂപപ്പെട്ടു, നഗരങ്ങളുണ്ടായി, രാജ്യങ്ങൾ രൂപപ്പെട്ടു. മനുഷ്യർ തമ്മിലുള്ള ബന്ധം കൂടുതൽ സങ്കീർണമായി. കാലക്രമേണ മനുഷ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ചു. പക്ഷേ പിന്നീട് അവർ ഒരുമിച്ച് ബന്ധപ്പെട്ടു. ഈ ഏകീകരണത്തിന് 3 പ്രധാന ശക്തികളുണ്ട്. ഒന്നാമത് പണം. പണം യാഥാർത്ഥ്യമല്ല, ഒരു കാഗിതം മാത്രമാണ്. പക്ഷേ എല്ലാവരും അതിൽ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം കൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ആളുകൾ തമ്മിൽ വ്യാപാരം നടത്തുന്നത്. രണ്ടാമത് സാമ്രാജ്യങ്ങൾ. സാമ്രാജ്യങ്ങൾ വലിയ പ്രദേശങ്ങളെ ഒരുമിപ്പിച്ചു. വ്യത്യസ്ത സംസ്കാരങ്ങളെയും ഭാഷകളെയും ഒരു ഭരണത്തിനകത്ത് കൊണ്ടുവന്നു. മൂന്നാമത് മതങ്ങൾ. സാർവത്രിക മതങ്ങൾ മനുഷ്യരെ ഒരേ മൂല്യങ്ങളിലേക്ക് കൂട്ടി. കരുണ, നീതി, സമത്വം തുടങ്ങിയ ആശയങ്ങൾ വ്യാപിച്ചു. ഇങ്ങനെ മനുഷ്യരാശി പതിയെ ഒരാഗോള സമൂഹമായി മാറി. ഭാഗം 4. സയന്റിഫിക് റെവല്യൂഷൻ. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ മറ്റൊരു വലിയ മാറ്റത്തിലേക്ക് കടന്നു. ഇത് സയന്റിഫിക് റെവല്യൂഷനാണ്. ഈ കാലത്ത് മനുഷ്യൻ ഒരു പ്രധാന സത്യം അംഗീകരിച്ചു: ഞങ്ങളെല്ലാം അറിയുന്നില്ല. ഈ വിനയം ഗവേഷണത്തിന് വഴിയൊരുക്കി. മനുഷ്യൻ പരീക്ഷണം നടത്തി, പരിശോധിച്ചു, പുതിയ കണ്ടെത്തലുകൾ നടത്തി. വൈദ്യശാസ്ത്രം പുരോഗമിച്ചു, യന്ത്രങ്ങൾ വികസിച്ചു, വ്യവസായ വിപ്ലവം ലോകത്തെ മാറ്റിമറിച്ചു. മനുഷ്യന്റെ ജീവിതകാലം വർദ്ധിച്ചു, സുഖസൗകര്യങ്ങൾ വർദ്ധിച്ചു. പക്ഷേ ശാസ്ത്രം മനുഷ്യന് വലിയ ഉത്തരവാദിത്വവും നൽകി. അണുവായുധങ്ങൾ പോലുള്ള കണ്ടുപിടുത്തങ്ങൾ മനുഷ്യരാശിയെ തന്നെ നശിപ്പിക്കാൻ കഴിവുള്ളവയാണ്. അതായത്
ശാസ്ത്രം മനുഷ്യനെ ദൈവസദൃശ ശക്തിയുള്ളവനാക്കി. ഭാഗം 5. സന്തോഷവും മനുഷ്യജീവിതത്തിന്റെ അർത്ഥവും. ചരിത്രത്തിൽ മനുഷ്യൻ കൂടുതൽ ശക്തനായി, കൂടുതൽ സമ്പന്നനായി. പക്ഷേ ഒരു പ്രധാന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു: മനുഷ്യൻ കൂടുതൽ സന്തോഷവാനായോ? പുസ്തകം പറയുന്നത് അതിനു വ്യക്തമായ ഉത്തരമില്ല. പുരാതന വേട്ടയാടന്മാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ടായിരിക്കാം. ഇന്നത്തെ മനുഷ്യന് കൂടുതൽ സൗകര്യങ്ങളുണ്ട്. പക്ഷേ മാനസിക സമ്മർദ്ദവും ഏകാന്തതയും വർദ്ധിച്ചു. അതായത്, പുരോഗതി എല്ലായ്പ്പോഴും സന്തോഷം നൽകണമെന്നില്ല. ഭാഗം 6. മനുഷ്യന്റെ ഭാവി. ഇന്ന് മനുഷ്യൻ ഒരു പുതിയ യുഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നു. ജനറ്റിക് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബയോടെക്നോളജി. ഇവ മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും തന്നെ മാറ്റാൻ കഴിയുന്ന ശക്തികളാണ്. ഭാവിയിൽ മനുഷ്യൻ രോഗങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിക്കും, മരണത്തെപ്പോലും ജയിക്കാൻ ശ്രമിക്കും. അപ്പോൾ മനുഷ്യൻ ഇനി പ്രകൃതിയുടെ സൃഷ്ടിയല്ല, സ്വന്തമായി തന്നെ സൃഷ്ടിക്കുന്ന ഒരു ജീവിയായി മാറും. ഇത് വലിയ അവസരവും വലിയ അപകടവുമാണ്. കൺക്ലൂഷൻ. മനുഷ്യന്റെ ചരിത്രം നോക്കുമ്പോൾ ഒരു സത്യം വ്യക്തമാണ്: മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി അവന്റെ ശരീരത്തിലല്ല, അവന്റെ ബുദ്ധിയിലും മാത്രമല്ല, അവന്റെ കൂട്ടായ്മയിലാണ്. ഒരേ കഥ വിശ്വസിക്കാൻ മനുഷ്യന് കഴിയുന്നു. ആ വിശ്വാസം കൊണ്ട് കോടിക്കണക്കിന് ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. രാജ്യങ്ങൾ, പണം, നിയമം, മനുഷ്യാവകാശം ഇവയെല്ലാം മനുഷ്യൻ സൃഷ്ടിച്ച കഥകളാണ്. പക്ഷേ ഈ കഥകളാണ് ലോകത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഭാവിയിൽ നമ്മൾ ഏത് കഥ തിരഞ്ഞെടുക്കുന്നു എന്നതാണ് മനുഷ്യരാശിയുടെ വിധി തീരുമാനിക്കുക. നാം മനുഷ്യരായി തുടരുമോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന പുതിയ ജീവിവർഗങ്ങളായി മാറുമോ? ഈ ചോദ്യം തുറന്ന നിലയിലാണ്. ഇത് നമ്മുടെ കൈകളിലാണ്.